കേരളത്തിലെ ഒരു പഴയ നഗരത്തിൽ പള്ളിയുള്ള ഒരു തെരുവിൻ്റെ അറ്റത്ത് 2 മുറികളുള്ള ചെറിയ ഒരു വീട്. അവിടെയാണ് സലീം തൻ്റെ ഭാര്യ നജ്മയും മകൾ ആയിഷയുടെയും കൂടെ താമസിക്കുന്നത്. സലീം മുൻപ് ഒരു ചെറിയ തുണിക്കട നടത്തിയിരുന്നു. പക്ഷേ അസുഖവും കടവും കാരണം കട പൂട്ടിപ്പോയി. ഇപ്പോൾ വാടകയ്ക്കെടുത്ത ഒരു ഇടുങ്ങിയ കടയിൽ ഒരു തയ്യൽ ജോലി ചെയ്യുന്നു. മകൾ ആയിഷയ്ക്ക് 23 വയസ്സായിരുന്നു. വീടിൻ്റെ അവസ്ഥ കണ്ട് അവൾ തൻ്റെ പഠനം നിർത്തിയിട്ട് അച്ഛനെ സഹായിക്കാൻ വസ്ത്രങ്ങളിൽ എംബ്രോയിഡറി ചെയ്തും കുട്ടികളെ പഠിപ്പിച്ചും ജീവിക്കുന്നു. വീട്ടിൽ പണം കുറവായിരുന്നു എങ്കിലും ഓരോ പൈസയും കഷ്ടപ്പാടിൽ നിന്നുള്ളതായിരുന്നു. പണമില്ല എന്നതിൻ്റെ പേരിൽ ആയിഷ ഒരിക്കലും ലജ്ജിച്ചിരുന്നില്ല. അവൾ പലപ്പോഴും ഉമ്മയോട് പറയുമായിരുന്നു, നമുക്ക് സമ്പത്ത് കുറവാണ്, പക്ഷെ ആരുടെയും അവകാശം കവർന്നുകൊണ്ട് വന്ന പണമല്ല നമ്മുടേത്. സലീമിൻ്റെ ഉപ്പ കരീം ഹാജി ഒരിക്കൽ പഴയ മാർക്കറ്റിൽ ഫർണിച്ചറിൻ്റെ നല്ല ഒരു ബിസിനസ് നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ഒരു ഗോഡൗണും അതിനോട് ചേർന്ന് 2 കടകളും ഉണ്ടായിരുന്നു. പക്ഷേ കരീം ഹാജിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ സലീമിനോട് പറഞ്ഞത് ബിസിനസ് പൊളിഞ്ഞു എന്നും സാധനങ്ങളെല്ലാം വിറ്റ് സ്വത്തുക്കളെല്ലാം കടം വീട്ടാൻ വിറ്റു എന്നും ആയിരുന്നു. സലീം അന്ന് സുഖമില്ലാതെ തൻ്റെ ഉമ്മയെ പരിചരിക്കുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം ചാച്ചയുടെ വാക്കുകൾ വിശ്വസിച്ചു. കുറച്ചുകാലം കഴിഞ്ഞു അയാളുടെ ഉമ്മയും ഈ ലോകം വിട്ടുപോയി. സലീം ഒരു ചെറിയ വാടക വീട്ടിലേക്ക് മാറി. തറവാട് വീട്ടിൽ ബഷീർ ചാച്ച താമസിക്കാൻ തുടങ്ങി. സലീം ഒരിക്കലും ഒരു കണക്കും ചോദിച്ചില്ല. തൻ്റെ ഉപ്പ എല്ലാം നഷ്ടപ്പെടുത്തിയാണ് പോയതെന്ന് അയാൾ കരുതി. പണം നഷ്ടപ്പെട്ടാൽ അധ്വാനിച്ച് വീണ്ടും നേടാം, എന്നാൽ വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനത്തിൽ വഞ്ചന കാണിച്ചാൽ അത് മനുഷ്യൻ്റെ സമാധാനം കവർന്നെടുക്കും എന്ന് കരീം ഹാജിയുടെ വാക്കുകൾ എപ്പോഴും നജ്മയും സലീമും ആയിഷയെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ആയിഷയുടെ പ്രായം കൂടി വന്നപ്പോൾ അവളുടെ നിക്കാഹിനെ പറ്റി വീട്ടിൽ ചിന്തിക്കാൻ തുടങ്ങി. പല ആലോചനകളും വന്നു. സലീം എപ്പോഴും വ്യക്തമായി പറയുന്ന കാര്യമുണ്ടായിരുന്നു, ഞാൻ മകളെ എൻ്റെ കഴിവിനനുസരിച്ച് വസ്ത്രങ്ങളും അത്യാവശ്യ സാധനങ്ങളും കൊടുക്കും. കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടി കടം വാങ്ങില്ല. ഒരു ദിവസം അവരുടെ ബന്ധുവായ നാസർ പഴയ മാർക്കറ്റിലെ പ്രശസ്തനായ ബിസിനസ്സുകാരൻ റഷീദിൻ്റെ മകൻ ഹാരിസിൻ്റെ ഒരു വിവാഹാലോചന കൊണ്ടുവന്നു. റഷീദിന് ഫർണിച്ചറിൻ്റെ വലിയ ബിസിനസ് ഉണ്ടായിരുന്നു. നഗരത്തിൽ അദ്ദേഹത്തിന് നല്ല പേരും ഉണ്ടായിരുന്നു. നാസർ പറഞ്ഞു, നല്ല സ്വഭാവമുള്ള മരുമകളെയാണ് അവർക്ക് വേണ്ടത്. സ്ത്രീധനത്തിന് അവർ എതിരാണ്. സലീമിന് ഇത് വിശ്വാസം വന്നില്ല. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവർ റഷീദിനോട് പറഞ്ഞു, സഹോദര, ഞങ്ങളുടെ അവസ്ഥ താങ്കൾക്കറിയാമല്ലോ. നിക്കാഹ് ലളിതമായി നടത്തണം. എനിക്ക് വലിയ സ്ത്രീധനമോ പണമോ കൊടുക്കാൻ കഴിയില്ല. റഷീദ് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ചു. ഞങ്ങൾക്ക് സ്ത്രീധനമൊന്നും വേണ്ട. റഷീദിൻ്റെ ഭാര്യ സീനത്തിനും ആയിഷയെ ഇഷ്ടപ്പെട്ടു. ഹാരിസ് പഠിച്ച് നല്ല ശാന്ത സ്വഭാവമുള്ള പയ്യനായി തോന്നി. തനിക്ക് ലളിതമായ നിക്കാഹ് മതിയെന്ന് അവനും പറഞ്ഞു. 2 കുടുംബങ്ങളും ബന്ധമുറപ്പിച്ചു. മഹർ 1.5 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. ബന്ധമുറപ്പിച്ച ശേഷം സലീമിൻ്റെ വീട്ടിൽ സന്തോഷമായി. ആയിഷ തൻ്റെ നിക്കാഹിൻ്റെ വസ്ത്രം സ്വയം തുന്നാൻ തുടങ്ങി. നജ്മ മാസങ്ങളായി സ്വരൂപിച്ച പണത്തിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, കിടക്ക എന്നിവ വാങ്ങി. പക്ഷേ നിക്കാഹിൻ്റെ സമയം അടുത്തതോടെ സീനത്തിൻ്റെ സംസാരം മാറാൻ തുടങ്ങി. അവർ പുതിയ കട്ടിൽ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സ്വർണം ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഇത് കേട്ട് വിഷമിച്ച സലീം റഷീദിനെ കണ്ട് കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഭാര്യ സാധനങ്ങൾ വേണമെന്ന് പറയുന്നു. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ അവസ്ഥ പറഞ്ഞിരുന്നതല്ലേ. എന്നാൽ റഷീദ് കാര്യങ്ങൾ നിസ്സാരമായി പറഞ്ഞു. സ്ത്രീകൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. നിക്കാഹിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എന്നാൽ ആയിഷയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഹാരിസ് തൻ്റെ ഉമ്മയുടെ ഒരാവശ്യത്തെയും എതിർക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ പറയുന്നത് നിക്കാഹ് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ്. നിക്കാഹിന് ഇനി 10 ദിവസം ബാക്കിയുള്ളപ്പോൾ സീനത്ത് വസ്ത്രങ്ങളും സാധനങ്ങളും കാണാൻ വന്നു. നജ്മ 6 ജോഡി വസ്ത്രങ്ങൾ, ഒരു തയ്യൽ മെഷീൻ, കിടക്ക, കുറച്ച് പാത്രങ്ങൾ എന്നിവ വാങ്ങി വച്ചിരുന്നു. സീനത്ത് വസ്ത്രങ്ങൾ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മരുമകളുടെ ഈ വസ്ത്രങ്ങളെല്ലാം മുഴുവൻ കുടുംബാംഗങ്ങളെയും കാണിക്കാനുള്ളതാണ്. ഇതുപോലുള്ള സാധാരണ വസ്ത്രങ്ങൾ ആളുകളെ കാണിച്ചാൽ ഞങ്ങളുടെ അന്തസ്സ് എന്താകും? നജ്മ പതിയെ പറഞ്ഞു, ഞങ്ങളുടെ കഴിവിനനുസരിച്ച് നല്ല വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വസ്ത്രങ്ങൾ ആയിഷ സ്വയം എംബ്രോയിഡറി ചെയ്തതാണ്. സീനത്ത് പറഞ്ഞു, കുറഞ്ഞത് 5 പവൻ്റെ സ്വർണവും ഒരു വലിയ മുറിയിലേക്കുള്ള സാധനങ്ങളും കൂടി വേണം. ആയിഷ പറഞ്ഞു, ഉപ്പ ആദ്യമേ തന്നെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞിരുന്നു.
എന്തു വന്നാലും അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് മാത്രമേ വാങ്ങുകയുള്ളൂ. ആളുകളെ കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കടത്തിൽ ചാടിക്കാൻ പറ്റില്ല. സീനത്തിൻ്റെ ഭാവം മാറി. അവർ പറഞ്ഞു, കല്യാണത്തിന് മുൻപ് തന്നെ മറുപടി പറയുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആയിഷ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല കാര്യമാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ അനുസരിക്കും. പക്ഷേ തെറ്റായ ആവശ്യത്തെ ശരിയെന്ന് പറയാൻ പറ്റില്ല. സീനത്ത് ദേഷ്യത്തോടെ പോയി. ഇതിനിടയിൽ റഷീദിന് ഒരു പഴയ കാര്യത്തെക്കുറിച്ചുള്ള പേടി തോന്നാൻ തുടങ്ങി. അവൻ്റെ ബിസിനസ് നടക്കുന്ന ഗോഡൗൺ ഒരിക്കൽ കരീം ഹാജിയുടെ സ്വത്തായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപ് ബഷീർ ചാച്ച അത് റഷീദിന് ഗോഡൗണായി ഉപയോഗിക്കാൻ കൊടുത്തതാണ്. റഷീദ് കുറച്ച് പണം കൊടുത്തിരുന്നു. പക്ഷേ ഗോഡൗണിൻ്റെ രജിസ്ട്രേഷൻ അവൻ്റെ പേരിൽ ഇതുവരെയും ആയിട്ടില്ല. പേപ്പറുകൾ പൂർണ്ണമായും ശരിയല്ലെന്ന് റഷീദിന് അറിയാമായിരുന്നു. ഇപ്പോൾ രോഗിയായ ബഷീർ പഴയ രേഖകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പേടി സലീമിന് സത്യം മനസ്സിലായാൽ ഗോഡൗൺ തൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നായിരുന്നു. അതുകൊണ്ടാണ് ആയിഷയെ തൻ്റെ വീട്ടിലെ മരുമകളാക്കാൻ തീരുമാനിച്ചത്. തൻ്റെ വീട്ടിലെ മരുമകളാക്കിയാൽ കുടുംബത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ഒതുക്കാൻ കഴിയുമെന്ന് അയാൾ കരുതി. പക്ഷേ ആയിഷയുടെ ശക്തമായ സ്വഭാവം കണ്ട് അയാൾക്ക് പേടിയുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞാൽ അവൾ കണക്ക് ചോദിക്കുമെന്ന് റഷീദ് ഹാരിസിനോട് പറഞ്ഞു. നിക്കാഹിന് മുൻപ് സലീമിനോട് 5 ലക്ഷം രൂപ ബിസിനസ്സിന് വേണ്ടി ചോദിക്കണമെന്ന് റഷീദ് പറഞ്ഞു. ഹാരിസ് ഞെട്ടിപ്പോയി. അവൻ ഉടനെ ചോദിച്ചു, ഉപ്പ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്കൊന്നും വേണ്ട എന്ന്. റഷീദ് കർക്കശമായ ശബ്ദത്തിൽ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് ഒരു കാര്യമാണ്. നമ്മൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നാൽ അവർ ഒന്നും തരാതെ വെറും കൈയോടെ പെൺകുട്ടിയെ അയക്കും. നമുക്ക് മിണ്ടാതിരിക്കേണ്ടി വരും. ഹാരിസ് എതിർത്തില്ല. നിക്കാഹ് കഴിഞ്ഞാൽ താൻ നോക്കിക്കോളാം എന്ന് അവൻ കരുതി. നിക്കാഹ് ദിവസമെത്തി. സലീമിൻ്റെ വീട് ചെറുതായതുകൊണ്ട് അയൽ വീടിൻ്റെ മുറ്റവും പള്ളിയുടെ അടുത്തുള്ള ഹാളും എടുത്തു. ഭക്ഷണം സാധാരണമായിരുന്നു. പക്ഷേ എല്ലാം വൃത്തിയുള്ളതും ഭംഗിയായും വെച്ചതുമായിരുന്നു. ആയിഷ ഇളം പച്ച വസ്ത്രത്തിൽ ഇരിക്കുന്നു. കൈകളിലെ മൈലാഞ്ചി കടുനിറത്തിൽ ചുവന്നിരുന്നു. നജ്മ അവളെ നോക്കി വീണ്ടും വീണ്ടും ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഖാസി ഉമർ സാഹിബ് വന്നു. കുറച്ചു കഴിഞ്ഞ് റഷീദും കുടുംബവും എത്തി. സീനത്തിൻ്റെ നോട്ടം ആദ്യം തന്നെ സാധനങ്ങളിലേക്ക് പോയി. നിക്കാഹ് തുടങ്ങാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് അവർ ചോദിച്ചു, ഞാൻ പറഞ്ഞ സാധനങ്ങൾ എവിടെ? നജ്മ പേടിച്ചു. സഹോദരി, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് തരാൻ കഴിയില്ലെന്ന്. നജ്മയുടെ ഈ വാക്കുകൾ സീനത്തിനെ പ്രകോപിപ്പിച്ചു. റഷീദ് സീനത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമിരുന്നു. അയാൾ സലീമിനെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മകനു വേണ്ടി വില കൂടിയ ഒരു സാധനം പോലും വാങ്ങിയില്ല. സലീം പറഞ്ഞു, ഞാൻ ആദ്യ ദിവസം തന്നെ എൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. റഷീദ് ശബ്ദമുയർത്തി, സ്ത്രീധനം ചോദിച്ചില്ല. പക്ഷേ മകളെ വെറും കൈയോടെ അയക്കുന്നതും ശരിയല്ല. കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും ഇപ്പോൾ തരണം. ആ കാശ് ഹാരിസിന് ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. സലീമിൻ്റെ മുഖം മാടി. ഇത് നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എൻ്റെ കയ്യിൽ നിക്കാഹിൻ്റെ ചിലവ് കഴിഞ്ഞ് 50,000 രൂപ പോലും തികച്ചെടുക്കാനില്ല. ചുറ്റുമുള്ള ആളുകൾ കൂടി. ഖാസി ഉമർ സാഹിബ് ഗൗരവത്തോടെ ചോദിച്ചു, നിക്കാഹിൻ്റെ സമയത്ത് പുതിയ ആവശ്യം വയ്ക്കുന്നത് തെറ്റാണ്. റഷീദ് പറഞ്ഞു, ഞങ്ങളുടെ അന്തസ്സ് നോക്കാൻ കഴിയില്ലെങ്കിൽ ഈ നിക്കാഹ് നടക്കില്ല. സലീം ഹാരിസിനോട് ചോദിച്ചു, മോനെ, നിനക്കും സാധനങ്ങളും 5 ലക്ഷം രൂപയും ഇല്ലെങ്കിൽ നിക്കാഹ് ചെയ്യാൻ താല്പര്യമില്ലേ? ഹാരിസ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉപ്പയ്ക്കെതിരെ ഒന്നും പറയില്ല. സലീം ആകെ തളർന്നതുപോലെയായി. നജ്മ ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ അകത്തുനിന്ന് ആയിഷ കൂട്ടുകാരിക്കൊപ്പം പുറത്തേക്ക് വന്നു. അവളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ ഉപ്പ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല. ആദ്യ ദിവസം തന്നെ ഞങ്ങളുടെ അവസ്ഥ തുറന്നു പറഞ്ഞിരുന്നു. ഇന്ന് ഈ നിക്കാഹ് വെറും 5 ലക്ഷം രൂപയ്ക്കും വില കൂടിയ സാധനങ്ങൾക്കും വേണ്ടി തടയുകയാണെങ്കിൽ ഈ ബന്ധത്തിന് വേണ്ടി എൻ്റെ ഉപ്പയെ കടത്തിൽ ഞാൻ മുക്കില്ല. ഞങ്ങളുടെ ഇല്ലായ്മ ഞങ്ങൾക്ക് അപമാനമല്ല. ഇന്ന് എൻ്റെ ഉപ്പയുടെ അന്തസ്സിന് വേണ്ടി നിൽക്കാത്ത മനുഷ്യൻ നാളെ എൻ്റെ അവകാശത്തിന് വേണ്ടി നിൽക്കില്ല. പക്ഷേ ഈ ബന്ധം മുടങ്ങുന്നത് എൻ്റെ നാശത്തിനല്ല, അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ സംരക്ഷണമാണ്. ഹാളിൽ നിശബ്ദത പരന്നു. റഷീദ് ദേഷ്യത്തിൽ കുടുംബത്തെയും കൂട്ടി പോകാൻ തുടങ്ങി. അപ്പോൾ വാതിൽക്കൽ ഒരു അവശനായ വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കൂടെ ഒരു വക്കീലും പള്ളിയുടെ മുത്തവല്ലി അനീസ് സാഹിബും ഉണ്ടായിരുന്നു. അത് സലീമിൻ്റെ ചാച്ച ബഷീറായിരുന്നു. ബഷീറിൻ്റെ കയ്യിൽ ഒരു പഴയ പെട്ടിയുണ്ടായിരുന്നു. അകത്ത് കടന്ന ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ആരും ഇവിടെ നിന്ന് പോകരുത്.
ഇന്നൊരു നിക്കാഹ് മാത്രമല്ല മുടങ്ങിയത്, ഞാൻ ഒളിപ്പിച്ചു വച്ച ഒരു അമാനത്തും തിരിച്ചു കിട്ടും. റഷീദിൻ്റെ മുഖം മാറി. ബഷീർ പെട്ടി സലീമിൻ്റെ മുന്നിൽ വച്ചു. അതിൽ മുദ്രവച്ച ഒരു കവർ, കുറച്ചു പഴയ പേപ്പറുകൾ, ബാങ്കിൻ്റെ രസീതുകളും പിച്ചള താക്കോലുമുണ്ടായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, സലീം, ഞാനൊരു കുറ്റവാളിയാണ്. നിന്റെ ഉപ്പയുടെ ബിസിനസ് തകർന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ നിന്റെ ഓഹരി എഴുതി വച്ചിരുന്ന എല്ലാ പേപ്പറുകളും എൻ്റെ കൈവശമുണ്ടായിരുന്നു. സലീം വിറച്ചുകൊണ്ട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാണ് എല്ലാം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞത്? ബഷീർ തലകുനിച്ചു. എൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ ഈ പേപ്പറുകൾ ഒളിപ്പിച്ചു. നിന്നോട് കള്ളം പറഞ്ഞ് ഗോഡൗൺ റഷീദിന് ഉപയോഗിക്കാൻ തുടങ്ങി. സലീം കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എൻ്റെ ഉമ്മ മരുന്നിന് വേണ്ടി വിഷമിക്കുന്നതും ഞാൻ വർഷങ്ങളായി കഷ്ടപ്പെടുന്നതും നിങ്ങൾ കണ്ടു. ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് സത്യം പറഞ്ഞില്ല? ബഷീർ പറഞ്ഞു, അപമാനഭയത്താലും എൻ്റെ അത്യാഗ്രഹം കൊണ്ടുമാണ് പറയാതിരുന്നത്. ഇപ്പോൾ അസുഖം എന്നെ പഠിപ്പിച്ചു. അമാനത്തും കൊണ്ട് ഖബറിൽ പോകാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. റഷീദ് പറഞ്ഞു, ആ ഗോഡൗൺ ഞാൻ വില കൊടുത്തു വാങ്ങിയതാണ്. കൂടെ വന്ന വക്കീൽ അർമാൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ കൈവശം വിൽപ്പനയുടെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. ഉപയോഗിക്കാനും പങ്കാളിത്തത്തിനുമുള്ള കരാർ മാത്രമേയുള്ളൂ. സർക്കാർ രേഖകളിൽ സ്വത്ത് കരീം ഹാജിയുടെ അനന്തരാവകാശികളുടെ പേരിലാണ്. അനീസ് സാഹിബ് പറഞ്ഞു. പള്ളിയുടെ പഴയ അലമാരയിൽ നിന്ന് കരീം ഹാജിയുടെ വിൽപത്രത്തിൻ്റെ രണ്ടാമത്തെ പകർപ്പ് കിട്ടിയിരുന്നു. പിച്ചള താക്കോൽ തറവാട്ട് വീട്ടിൽ അടച്ചു വച്ചിരുന്ന ഒരു പെട്ടിയുടേതായിരുന്നു. അതിൽ ഒറിജിനൽ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ആയിഷ എല്ലാവരുടെയും മാറിയ മുഖം കണ്ടു. അവൾ പറഞ്ഞു, എൻ്റെ അന്തസ്സ് മുൻപും ഇപ്പോഴും ഇത്ര തന്നെയായിരുന്നു. ആരെങ്കിലും ഞങ്ങളെ വെറും സ്വത്തിൻ്റെ പേരിൽ ബഹുമാനിക്കുമെങ്കിൽ ആ ബഹുമാനം ഞങ്ങൾക്ക് വേണ്ട. റഷീദ് പെട്ടെന്ന് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, കാര്യം ദേഷ്യത്തിൽ വഷളായതാണ്. പഴയ ഒരു തെറ്റിൻ്റെ പേരിൽ എന്തിനാണ് കുട്ടികളുടെ ബന്ധം മുടക്കുന്നത്? നിക്കാഹ് ഇപ്പോഴും നടത്താം. ആയിഷ, മോള് പറഞ്ഞതാണ് ശരി. എൻ്റെ ഉപ്പയുടെ അന്തസ്സ് തകർന്നപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു. ഇപ്പോൾ സ്വത്തിൻ്റെ പേര് കേട്ടപ്പോൾ ബന്ധം നടത്താമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള നിങ്ങളെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഖാസി ഉമർ സാഹിബ് പറഞ്ഞു. നിക്കാഹ് പെണ്ണിൻ്റെ സമ്മതത്തോടെയാണ് നടക്കേണ്ടത്. ആയിഷ വിസമ്മതിച്ചിരിക്കുന്നു. അവളെ നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ നിക്കാഹ് നടന്നില്ല. റഷീദും കുടുംബവും അവിടെ നിന്നും പോയി. ഉണ്ടാക്കിയ ഭക്ഷണം സലീം പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വിതരണം ചെയ്തു. രാത്രിയിൽ നജ്മ മകളെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി. ആളുകൾ എന്തു പറയും? ആയിഷ ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആളുകൾ കുറച്ചു ദിവസം പറയും, പിന്നീടത് മറക്കും. ഞാൻ ആ വീട്ടിലേക്ക് പോയിരുന്നു എങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ഉപ്പയുടെ തല കുനിഞ്ഞിരിക്കുന്നത് എനിക്ക് കാണേണ്ടി വരുമായിരുന്നു. പിറ്റേന്ന് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പഴയ ആ പെട്ടി തുറന്നു. അതിലെ യഥാർത്ഥ പേപ്പറുകൾ, കടം വീട്ടിയ രസീത്, ബാങ്കിലെ പാസ്ബുക്ക്, കരീം ഹാജിയുടെ ഡയറി, ഇത്രയും ഉണ്ടായിരുന്നു. വിൽപത്രത്തിൽ എഴുതിയിരുന്നു, ഗോഡൗണും കടകളും വിൽക്കരുത് എന്ന്. അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കുടുംബത്തിനും ഒരു ഭാഗം പാവപ്പെട്ട തൊഴിലാളികളുടെ മരുന്നിനും അവരുടെ കുട്ടികളുടെ പഠനത്തിനും വേണ്ടി ചിലവഴിക്കണം എന്നും എഴുതിയിരുന്നു. ബഷീർ സലീമിൻ്റെ അവകാശം സത്യസന്ധതയോടെ അവനെ ഏൽപ്പിക്കണം എന്ന് എഴുതിയിരുന്നു. ഇത് കേട്ട സലീം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ ഉപ്പ തന്നെ വെറും കൈയോടെ ഉപേക്ഷിച്ചില്ല എന്ന്. ബഷീർ തൻ്റെ കുറ്റം ഏറ്റുപറയുകയും നിയമപരമായ മൊഴി നൽകുകയും ചെയ്തു. അയാളുടെ മകൻ അതിനെ എതിർത്തെങ്കിലും ബഷീർ പറഞ്ഞു, മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് ഒരിക്കലും നിന്റേതാകില്ല. കേസ് കോടതിയിലെത്തി. റഷീദ് ഗോഡൗൺ വാങ്ങിയതാണെന്ന് വാദിച്ചു. പക്ഷേ മതിയായ രേഖകൾ ഇല്ലായിരുന്നു. കേസ് മാസങ്ങളോളം നീണ്ടു. ചിലർ സലീമിനോട് ഒത്തുതീർപ്പിന് ഉപദേശിച്ചു. പക്ഷേ ആയിഷയുടെ ദാദയുടെ വിൽപത്രത്തിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ ഓഹരിയുണ്ട്. നമുക്ക് അവരുടെ അവകാശം ഉപേക്ഷിക്കാൻ കഴിയില്ല. ആയിഷ വക്കീലിൽ നിന്ന് പേപ്പറുകൾ മനസ്സിലാക്കി. പഴയ സാക്ഷികളെ കണ്ടെത്തി ഉപ്പയെ സഹായിച്ചു. അവൾ പ്രാർത്ഥിക്കുക മാത്രമായിരുന്നില്ല, സത്യം തെളിയിക്കാൻ കഠിനാധ്വാനവും ചെയ്തു. ഇതിനിടയിൽ ഹാരിസ് സലീമിനെ കാണാൻ കടയിൽ ചെന്നു. വീണ്ടും നിക്കാഹ് നടത്താൻ പറയാനായിരുന്നില്ല, മറിച്ച് മാപ്പ് ചോദിക്കാനായിരുന്നു. സലീം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു. പക്ഷേ അതിക്രമം നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് അക്രമി ശക്തനാക്കുന്നതാണ് ചെയ്യുന്നത്. ഹാരിസ് തൻ്റെ ഉപ്പയുടെ ബിസിനസ്സിൻ്റെ പേപ്പറുകൾ നോക്കാൻ തുടങ്ങി. അതിൽ തടഞ്ഞുവച്ച തൊഴിലാളികളുടെ കൂലിയും തെറ്റായ കണക്കുകളും കണ്ടെത്തി. ഇത് റഷീദിനോട് ചോദിച്ചപ്പോൾ വീട്ടിൽ വഴക്കായി. ഒടുവിൽ അവൻ കുടുംബ ബിസിനസ് ഉപേക്ഷിച്ച് കൂട്ടുകാരനൊപ്പം ചേർന്ന് മറ്റൊരു ചെറിയ കട തുടങ്ങി. ആയിഷ വിഷമിച്ച് മാറിയിരിക്കാതെ താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കൂടെ 5 പേരെ കൂടി ചേർത്തു.
11 മാസമായപ്പോൾ കോടതി വിധി വന്നു. ഗോഡൌണും 2 കടകളും സലീമിന് വിട്ടുകൊടുക്കാനും റഷീദിനോട് സ്ഥലമൊഴിയാനും നിശ്ചയിച്ച നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു. കൂടാതെ റഷീദിന്റെ ബിസിനസിന്റെ അന്വേഷണത്തിൽ തൊഴിലാളികളുടെ തടഞ്ഞുവച്ച പണത്തിന്റെ രേഖകളും പുറത്തുവന്നു. അതിന് പിഴയുമിട്ടു. മാർക്കറ്റിൽ റഷീദിന്റെ മാനവും വിശ്വാസവും നഷ്ടപ്പെട്ടു. പങ്കാളികളായിരുന്നവർ ഭൂരിഭാഗവും പിരിഞ്ഞുപോയി. വിധിക്ക് ശേഷം സലീം ഗോഡൌണിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. ഒരു കട വാടകയ്ക്ക് കൊടുത്തു. മറ്റേതിൽ തയ്യലും മരപ്പണിയുടെ ചെറിയ ജോലിയും തുടങ്ങി. ഗോഡൌണിന്റെ ഒരു ഭാഗം പാവപ്പെട്ട തൊഴിലാളികൾക്ക് കുറഞ്ഞ വാടകയ്ക്ക് കൊടുത്തു. വിൽപത്രം അനുസരിച്ച് ഒരു ഫണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് തൊഴിലാളികളുടെ ചികിത്സയ്ക്കും അവരുടെ കുട്ടികളുടെ പഠനത്തിനും കൊടുത്തു തുടങ്ങി. എല്ലാത്തിനും വ്യക്തമായ കണക്ക് വച്ചു. ബഷീറിന്റെ ആരോഗ്യം നാൾക്കുനാൾ മോശമായി കൊണ്ടിരുന്നു. സലീം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ആയിഷയോട് ബഷീർ പറഞ്ഞു, മോളെ, ഞാൻ നിന്റെ കുടുംബത്തോട് അനീതി കാണിച്ചു. ആയിഷ പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റിനെ അത് ഇല്ലാതാക്കില്ല. പക്ഷേ നിങ്ങൾ സത്യം തുറന്നു പറയുകയും അവകാശം തിരികെ നൽകുകയും ചെയ്തു. തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കുന്നതിലൂടെ മാത്രമല്ല, തെറ്റ് തിരുത്തുന്നതിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. ഒരു ദിവസം സീനത്ത് നജ്മയോടും ആയിഷയോടും മാപ്പ് ചോദിക്കാൻ വന്നു. അവർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തെ ബലഹീനതയായി കണ്ടു. നിങ്ങളുടെ മകളുടെ അന്തസ്സ് ഞാൻ സാധനങ്ങൾ കൊണ്ട് അളന്നു. ആയിഷ അവരോട് ക്ഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, മാപ്പിൻ്റെ അർത്ഥം പൊട്ടിയ എല്ലാ ബന്ധങ്ങളും വീണ്ടും ചേർക്കണം എന്നല്ല. ചില ബന്ധങ്ങൾ പൊട്ടുന്നതും മനുഷ്യൻ്റെ സംരക്ഷണമായി മാറും. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആയിഷയ്ക്ക് വീണ്ടും വിവാഹാലോചനകൾ വന്നു. ചിലർ സ്വത്ത് കണ്ടുവന്നു. 5 വർഷത്തിനു ശേഷം ഖാസി ഉമർ സാഹിബ് തൻ്റെ അനന്തരവൻ ജുനൈദിൻ്റെ ആലോചന കൊണ്ടുവന്നു. ജുനൈദ് ഒരു അധ്യാപകനായിരുന്നു. സ്വന്തമായി ഒരു പുസ്തകക്കട നടത്തുന്നുണ്ട്. മാന്യമായ ഒരു കുടുംബമായിരുന്നു അവൻ്റേത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ആയിഷയെ ഇഷ്ടമായി. ആയിഷയുടെ ജോലിയെക്കുറിച്ച് ചോദിച്ചു. വിവാഹത്തിന് ശേഷവും ആയിഷ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും തരുമെന്ന് ഉറപ്പുകൊടുത്തു. സലീം ചോദിച്ചു, മോനെ, നിനക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ മടി കൂടാതെ പറയാമെന്ന്. ജുനൈദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ അവളുടെ കഴിവും വിവേകവും നല്ല സംസ്കാരവും കൊണ്ടുവരുന്നുണ്ട്. ബാക്കി ആവശ്യങ്ങൾ നമ്മൾ രണ്ടുപേരും ചേർന്ന് പൂർത്തിയാക്കാം. നിക്കാഹ് ലളിതമായി നടന്നു. മഹർ വ്യക്തമായി എഴുതി സമയത്ത് തന്നെ കൊടുക്കുകയും ചെയ്തു. നജ്മ മകളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അല്ലാഹു നിന്നെ ആ വീട്ടിൽ നിന്ന് രക്ഷിച്ചു. അവിടെ നിന്റെ അന്തസ്സ് സാധനങ്ങൾ കൊണ്ട് അളന്നു. ഒന്നും ആവശ്യപ്പെടാതെ വന്ന ഒരു വീട്ടിലേക്ക് ഇപ്പോൾ നീ പോകുന്നു. അവിടെ നിന്റെ കഴിവിനും സ്വഭാവത്തിനും വിലയുണ്ട്. നിക്കാഹിന് ശേഷവും ആയിഷ തൻ്റെ ജോലി തുടർന്നു. ജുനൈദ് തൻ്റെ കടയുടെ മുകളിലത്തെ മുറി അവൾക്കായി ഒരുക്കിക്കൊടുത്തു. അവിടെ ആവശ്യക്കാരായ സ്ത്രീകൾ എംബ്രോയ്ഡറിയും കട്ടിങ്ങും തയ്യലും പഠിക്കാൻ വന്നു. ആ സ്ഥലത്തിന് അമാനത്ത് ഹുനർ കേന്ദ്ര എന്ന് പേരിട്ടു. ആളുകൾ ആ ദിവസത്തെ ഇപ്പോൾ തകർന്ന നിക്കാഹിൻ്റെ രൂപത്തിൽ ഓർക്കുന്നില്ല. അവർ പറയുന്നത് ഒരു പാവപ്പെട്ട മകൾ തൻ്റെ ഉപ്പയുടെ അന്തസ്സിന് വേണ്ടി അത്യാഗ്രഹത്തിന് മുന്നിൽ തലകുനിച്ചില്ല എന്ന്. ആയിഷ പറയുന്നു, ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തില്ല. ഞാൻ ആ വഴിയിൽ പോകാൻ വിസമ്മതിച്ചു. അതിൻ്റെ തുടക്കം എൻ്റെ ഉപ്പയുടെ അപമാനത്തിൽ നിന്നായിരുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമ എന്നാൽ എല്ലാ അനീതിയും സഹിക്കുക എന്നല്ല, തെറ്റിനെ ശാന്തമായി എതിർക്കുക എന്നാണ്. ഒരാളുടെ മാന്യത അയാളുടെ വസ്ത്രമോ വീടോ കൊണ്ടുവന്ന സാധനങ്ങളോ നോക്കി അളക്കരുത്. വിശ്വസിച്ച് ഏൽപ്പിച്ച സമ്പത്തോ ഉത്തരവാദിത്വമോ മറ്റൊരാൾക്ക് തിരികെ കൊടുക്കാതെ വച്ചാൽ അത് മനസ്സിൻ്റെ സമാധാനം കളയും. തെറ്റ് തിരുത്തുക എന്നാൽ വെറും മാപ്പ് പറയൽ മാത്രമല്ല, എടുത്തത് തിരികെ കൊടുക്കുക കൂടിയാണ്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.